കേരളത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കാർബൺ സന്തുലിത ഭവനമായി കോഴിക്കോട് വേങ്ങേരിയിലെ മേട എന്ന ഭവനം. വേങ്ങേരിയിലെ പരിശുദ്ധ പ്രവർത്തകനായ ബാബു പറമ്പത്തിന്റെ വീടായ മേടയാണ് ബഹുമതിക്ക് അർഹമാകുന്നത്. CWRDM ആണ് വീടിനെ പരിസ്ഥിതി സമത്വത്തിന്റെയും സുസ്ഥിരതയുടെയും മാതൃകയെന്ന് സ്ഥിരീകരിച്ചത്. പതിനഞ്ച് വർഷം മുമ്പ് ഒരു മരവുമില്ലാതെ 10 സെന്റ് സ്ഥലം വാങ്ങിയാണ് വീട് നിർമ്മാണം നടത്തിയത്. പിന്നീട് നൂറുകണക്കിന് മരങ്ങൾ നട്ട് ആധുനിക മാലിന്യ സംസ്കരണ രീതിയും ബയോഗ്യാസും സോളാർ വൈദ്യുതിയും എല്ലാം ഒരുക്കിയാണ് മേട കാർബൺ സന്തുലിതമാക്കിയത്. മേൽക്കൂരയിൽ സ്ഥാപിച്ച സൗരോർജ്ജ പാനൽ ഉപയോഗത്തിലൂടെ പരമ്പരാഗത വൈദ്യുതി ഉപയോഗത്തിൽ നിന്നുമുള്ള കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കി. സോളാർ ഉള്ളതിനാൽ വേനലിൽ മേടയിലെ വൈദ്യുതി ബിൽ 0-ആണ്. കൂടാതെ അധികം വരുന്ന വൈദ്യുതി ഗ്രിഡിലേക്കും നൽകുന്നുണ്ട്. കാർബൺ സന്തുലിത ഭവനമായിരിക്കാൻ 5 കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്തതെന്ന് ബാബു പറമ്പത്ത് പറയുന്നു. 2006 നിറവെന്ന കൂട്ടായ്മക്ക് രൂപം കൊടുക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു: 1 വൃത്തി, 2 വിളവ്, 3 ജലം, 4 ഊർജ്ജ സംരക്ഷണം, 5 കാർബൺ ന്യൂട്രൽ. അതിൽ 4 ലക്ഷ്യങ്ങൾ ആദ്യം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാർബൺ ന്യൂട്രൽ എന്നുള്ള ലക്ഷ്യവും പൂർത്തിയാക്കി കഴിഞ്ഞു. 2050 കേരളത്തെ കാർബൺ സന്തുലിതമാക്കാനുള്ള സംസ്ഥാന സർക്കാർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി CWRDMന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സെക്ടറൽ കാർബൺ റിഡക്ഷൻ പദ്ധതി പ്രകാരമാണ് പഠനം നടന്നത്. കാലാവസ്ഥ വ്യതിയാനം എന്ന ആഗോള പ്രശ്നത്തിന് വ്യക്തിഗത സംരംഭങ്ങളിലൂടെ തീർക്കുന്ന പ്രതിരോധം എന്ന നിലയിലാണ് മേട CWRDM പഠന വിഷയമാക്കുന്നതും അംഗീകാരം നൽകിയതും. നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും മലിനമല്ലാതാക്കുക എന്നതാണ് ഈ കാർബൺ ന്യൂട്രലിൻ്റെ ലക്ഷ്യം. ആദ്യം വേണ്ടത് വൃത്തിയാണ്. വൃത്തി കഴിഞ്ഞാൽ നമുക്ക് വെള്ളമാണ് പ്രധാനപ്പെട്ടത്. വെള്ളത്തിൽ ഇവിടെ ഈ 12 സെൻറ്റിൽ പെയ്യുന്ന മഴവെള്ളത്തിന് ഒരു തുള്ളി പോലും പുറത്തേക്ക് ഒഴുക്കി വിടുന്നില്ല. പിന്നെ അടുത്തത് എനർജി കൺസർവേഷനാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വാതിലും ജനലൊക്കെ അങ്ങോട്ട് തുറന്നിടുക. സൗജന്യമായി കിട്ടുന്ന കാറ്റിനെയും വെളിച്ചത്തിനെയും വീട്ടിനകത്തേക്ക് കയറ്റിവിടുക. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളെല്ലാം മേടയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. 28 തരം കൃഷികൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇവിടെ കൃഷി ചെയ്തു വരുന്നുണ്ട്. കരിയില കമ്പോസ്റ്റ്, പൈപ്പ് കമ്പോസ്റ്റ്, റിങ് കമ്പോസ്റ്റ് എന്നിവയെല്ലാം ഇവിടെയുണ്ട്. മുറ്റവും റോഡുമെല്ലാം അടിച്ചു വരുമ്പോൾ കിട്ടുന്ന കരിയില പറമ്പിൽ നിശ്ചിത വലുപ്പത്തിലെടുത്ത കുഴിയിൽ നിക്ഷേപിച്ച് വളമാക്കി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കമ്പോസ്റ്റിലൂടെ വരുമാനവും ഇവർക്ക് ലഭിക്കുന്നു. മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ഇവിടുത്തെ മുറ്റം ഒരുക്കിയിരിക്കുന്നത്. അതിനാൽ വെള്ളക്ഷാമവുമില്ല. പ്ലാസ്റ്റിക്, കുപ്പി, ചെരുപ്പ് തുടങ്ങിയ ഓരോന്നും പ്രത്യേകം തരംതിരിച്ച് സൂക്ഷിക്കാൻ പാഴ്വസ്തു സംരക്ഷണ കേന്ദ്രം വീട്ടിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ജൈവ പാഴ്വസ്തുക്കളും അജൈവ പാഴ്വസ്തുക്കളും കൃത്യമായ രീതിയിൽ തരംതിരിച്ച് ശേഖരിച്ചു വെക്കും. മേട കാണാനും പഠിക്കാനുമായി നിരവധി യൂണിവേഴ്സിറ്റികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്താറുണ്ട്. പുതിയ തലമുറയ്ക്ക് മാതൃകയാകുകയാണ് മേട എന്ന ഈ വീടും ബാബുവേട്ടനും. ക്യാമറാമാൻ സുൽത്താനോടൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം, കോഴിക്കോട്.